അഭിഭാഷകർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി അഭിഭാഷകരുടെ സ്വകാര്യ സ്വത്തല്ല എന്നും ജുഡീഷ്യറിയുടെ അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിരുവിട്ടാൽ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മറ്റ് സ്വാതന്ത്ര്യങ്ങളുണ്ടെങ്കിലേ പത്രസ്വാതന്ത്ര്യം ഉണ്ടാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകരുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകർ കോടതികളുടെ അധികാരികളല്ല. ജുഡീഷ്യറിക്കുള്ള അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതിരുവിട്ടാൽ നിയമം പാലിക്കാൻ വേണ്ടത് സർക്കാർ ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അഭിഭാഷകർക്കുള്ള താക്കീതായി. കോടതി തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന ധാരണ അഭിഭാഷകർക്ക് ഉണ്ടാവാൻ പാടില്ല. കോടതിയിൽ ആര് കയറണം, ആര് കയറണ്ട എന്നൊക്കെ കൽപ്പിക്കാൻ അഭിഭാഷകൻ അധികാരിയല്ല. കോടതി ഈ രാജ്യത്തിൻ്റേതാണ് എന്ന് ഓർമ്മിക്കണം. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമമേഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. മറ്റു സ്വാതന്ത്ര്യങ്ങളില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ലെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KV തോമസ് MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റഷ്യയും ഇന്ത്യയും തമ്മിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിനുള്ള സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. ഗോവയിൽ ബ്രിക്സ് രാജ്യാന്തര ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഗോവയിലെത്തിയിട്ടുണ്ട്. ഗോവയിലെത്തിയ രാഷ്ട്രത്തലവന്മാർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഇന്ത്യ നൽകിയത്. തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ ബ്രിക്സ് രാഷ്ട്രങ്ങൾ തീരുമാനമെടുക്കും. സന്തോഷ് സല്ലിംഗ്, ദില്ലിയിൽ നിന്ന്. സന്തോഷ്, ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏകദേശം 39,000 കോടി രൂപയുടെ കരാറിലാകും ഒപ്പിടുക എന്ന നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നിലവിൽ ഏത് തരത്തിലാണ് അത് പുരോഗമിച്ചത്? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, രാവിലെ ബ്രിക്സ് വേദിയിലാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് തുടക്കമായത്. ഉച്ചകോടിയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ വാണിജ്യ മേഖലയിലടക്കം 16 കരാറുകളാണ് ഒപ്പിട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടംകുളത്ത് പുതുതായി 3-4 യൂണിറ്റുകൾ കൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്തമായി സ്ഥാപിച്ചിരിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനം വേദിയിൽ നടന്നു. കൂടാതെ ISRO റഷ്യയും തമ്മിൽ GPS-കൾ പരസ്പരം ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്നും വിമാനവേദ മിസൈലുകൾ വാങ്ങും. കൂടാതെ കമോവ ഹെലികോപ്റ്ററുകൾ സംയുക്തമായി നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിരോധ മേഖലയ്ക്കാണ് പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ആന്ധ്രാപ്രദേശിൽ റഷ്യയുടെ സഹായത്തോടെ കപ്പൽ നിർമ്മാണശാലയും ഇനി രാജ്യത്ത് ഉയരുകയും ചെയ്യും. അതിനുശേഷം സംയുക്ത പ്രസ്താവനയിൽ മോഡി വ്യക്തമാക്കിയത് പുതിയ 2 സുഹൃത്തുക്കളെക്കാൾ പഴയ ഒരു സുഹൃത്തിനെയാണ് രാജ്യത്തിന് ആവശ്യം. ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല ശക്തമായ ബന്ധമുണ്ടെന്നും വലിയ പ്രതീക്ഷകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പുലർത്തുന്നതെന്നും മോഡി പറയുകയുണ്ടായി. പുടിനാകട്ടെ സംയുക്ത പ്രസ്താവനത്തിൽ വ്യക്തമാക്കിയത് അഫ്ഗാനിസ്ഥാനിലും വെസ്റ്റ് ഏഷ്യയിലും ഉള്ളത് ഇരു രാജ്യങ്ങളുടെയും താല്പര്യം ഒരുപോലെയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ റഷ്യ ഇന്ത്യക്ക് പിന്തുണ നൽകിയതായി പിന്നീട് വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തു. സന്തോഷ് സല്ലിംഗ്, ദില്ലിയിൽ നിന്ന്. വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിൽ 10 അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. ആനയറ ഷാജി, രതിൻ, സുഭാഷ്, അരുൺ P നായർ, LR രാഹുൽ എന്നിവർക്കെതിരെ കണ്ടാലറിയാവുന്ന അഭിഭാഷകർക്കും എതിരെയാണ് കേസ്. സ്ത്രീകളെ അപമാനിച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തു. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും വനം മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ ത്വരിത പരിശോധന നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ ആനക്കൊമ്പുകൾ വീട്ടിൽ സൂക്ഷിച്ചുവെന്ന പരാതിയിലാണ് മോഹൻലാലിനെതിരെ അന്വേഷണം. മോഹൻലാലിനെതിരായ നിയമ നടപടി അട്ടിമറിച്ചുവെന്ന ആരോപണത്തിലാണ് മുൻ മന്ത്രി തിരുവഞ്ചൂരിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയത്. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ വീട്ടിൽ ആനക്കൊമ്പ് സൂക്ഷിച്ചെന്ന പരാതിയിലാണ് അന്വേഷണം. നടൻ മോഹൻലാൽ, മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോഹൻലാലിന് ആനക്കൊമ്പ് കൈമാറിയവർ ഉൾപ്പെടെ 4 പേർക്കെതിരെ ത്വരിതപരിശോധന നടത്താനാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഏലൂർ സ്വദേശി പൗലോ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ത്വരിതപരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. 2012-ൽ മോഹൻലാലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ആനക്കൊമ്പുകൾ വനം വകുപ്പിന് കൈമാറിയെങ്കിലും നിസാര പിഴ ഈടാക്കി മോഹൻലാലിന് തന്നെ വിട്ടുകൊടുത്തു. മോഹൻലാലിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നത് സ്വജനപക്ഷപാതവും അഴിമതിയുമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. വനം മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഹർജി പരിഗണിച്ച കോടതി വിശദമായ വാദം കേട്ട ശേഷമാണ് ത്വരിത പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഡിസംബർ 16-നകം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും വിജിലൻസ് ജഡ്ജി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
പീപ്പിൾ ഇംപാക്ട് ഹരിപ്പാട് മെഡിക്കൽ കോളേജിൽ വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1.74 കോടി രൂപയുടെ കൺസൾട്ടൻസി കരാർ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ വ്യാപകമായ അഴിമതിയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ സാഹചര്യത്തിലാണ് വിജിലൻസ് FIR ഇട്ട് കേസെടുത്തത്. സർക്കാരിന് ലാഭമുണ്ടാകുന്ന കുറഞ്ഞ ചെലവിൽ 2 കമ്പനികൾ കരാർ നൽകിയെങ്കിലും ഹരിപ്പാട് MLA കൂടിയായ മുൻ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ടാണ് തന്റെ അടുപ്പക്കാർക്ക് കരാർ നൽകിയതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇതിലൂടെ കോടികളുടെ നഷ്ടം സർക്കാരിനുണ്ടായി. ഇതേ തുടർന്നാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ മറവിൽ വ്യാപകമായി അഴിമതി നടന്നു എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കേസന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരിൽ നിന്നും കരാറുകാരിൽ നിന്നും വിജിലൻസ് മൊഴിയെടുത്തു. ഈ മൊഴികളെല്ലാം തന്നെ മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ കേസെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും വിജിലൻസ് ചോദ്യം ചെയ്യും. ആശുപത്രിയുടെ മറവിൽ സ്ഥലം ഏറ്റെടുത്തതിലും നിലവിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമീപം തന്നെ സർക്കാർ ചെലവിൽ സ്വകാര്യ ആശുപത്രി പണിതതിന് പിന്നിലും വ്യാപക അഴിമതി നടന്നു എന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ആരോപണമുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം കേസുകൾ കൂടി വിജിലൻസ് അന്വേഷിക്കും. മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ നിയമോപദേശം തേടുകയാണ് വിജിലൻസ് ഇപ്പോൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണം സതുദ്ദേശത്തോടെ അല്ല എന്ന് G. സുധാകരൻ. വ്യാപകമായി അഴിമതി നടന്നുവെന്നാണ് തനിക്ക് കിട്ടിയ പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നും സുധാകരൻ പറഞ്ഞു. എന്തായാലും ആ മെഡിക്കൽ കോളേജ് സതുദ്ദേശത്തോടെ കൊണ്ടുവന്നല്ലോ, ഇത് നന്നാക്കണം, അതാണ് ദുരുദ്ദേശമായിരുന്നു. സംസ്ഥാനത്ത് ചൈനീസ് മുട്ടകൾ എന്ന പേരിൽ വ്യാജ മുട്ടകൾ കണ്ടെത്തിയെന്ന പ്രചരണം തെറ്റാണെന്ന് പ്രാഥമിക നിഗമനം. വെറ്ററിനറി സർവകലാശാലയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസിലാണ് ഇത് സംബന്ധിച്ച പഠനം നടക്കുന്നത്. പിടിച്ചെടുത്ത മുട്ടകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കും. എറണാകുളം ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മൂവാറ്റുപുഴയിൽ നിന്ന് പിടിച്ചെടുത്ത 24 മുട്ടകളാണ് മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസിൽ പരിശോധിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ എത്തിച്ച മുട്ടകൾ മുഴുവൻ യഥാർത്ഥമാണെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിച്ചേരുന്നത്. സർവകലാശാല ക്യാമ്പസിൽ ഉൽപ്പാദിപ്പിച്ച മുട്ടകളുമായി ഇവയുടെ താരതമ്യ പഠനമാണ് നടക്കുന്നത്. ഇതുവരെയുള്ള പരിശോധന പ്രകാരം പിടിച്ചെടുത്ത മുട്ടകളിൽ ഭൗതിക രാസവ്യത്യാസങ്ങൾ കണ്ടെത്താനായില്ല. എത്തിച്ച മുട്ടകളിൽ ഏറിയ പങ്കും കാലപ്പഴക്കം ചെന്നവയാണെന്ന് സംശയമുണ്ട്. മഞ്ഞക്കരുവിന് കട്ടികൂടുന്നത് കാലപ്പഴക്കം മൂലമാകാം എന്നാണ് സൂചന. മുട്ടക്കോഴിയുടെ ഭക്ഷണക്രമവും മുട്ടയുടെ സ്വഭാവത്തിൽ നേരിയ മാറ്റം വരുത്തിയേക്കാമെന്നും അഭിപ്രായമുണ്ട്. വ്യാജമെന്നാരോപിച്ച് പിടിച്ചെടുത്ത മുട്ടയുടെ പുറന്തോട് കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഗുണഗണങ്ങൾ കാണിക്കുമെന്നായിരുന്നു പ്രചരണം. പുറന്തോടിൽ കൃത്രിമമുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനകൾ നടന്നുവരികയാണ്. ഉയർന്ന ഊഷ്മാവിൽ മുട്ടകൾ സൂക്ഷിക്കുമ്പോൾ തോടിന് കട്ടികൂടാമെന്ന വിദഗ്ധാഭിപ്രായമുണ്ട്. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അന്തിമ റിപ്പോർട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറും. ഇടുക്കി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് സംശയത്തിന്റെ പേരിൽ പിടിച്ചെടുത്ത മുട്ടകളും അടുത്ത ദിവസം പരിശോധനയ്ക്ക് എത്തിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സോളാർ അഴിമതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പൊതുതാൽപര്യ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. സരിത ഉമ്മൻചാണ്ടിക്ക് ഉൾപ്പെടെ പണം നൽകിയെന്ന് സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഹർജിയിലെ ആവശ്യം. സമാന കേസിലെ ഹൈക്കോടതി തീരുമാനം അറിയിക്കാനും പ്രത്യേക വിജിലൻസ് കോടതി ഉത്തരവിട്ടു. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. കേരളത്തിലെ 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയാണ് എന്ന് കാട്ടിയുള്ള ഹൈക്കോടതിയിലെ സർക്കാർ സത്യവാങ്മൂലം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ഇടുക്കിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹർത്താൽ പുരോഗമിക്കുന്നു. തൊടുപുഴ മുട്ടത്ത് നടക്കുന്ന CBSE കലോത്സവത്തെയും തൊടുപുഴയിൽ നടക്കുന്ന ജൂനിയർ ചേംബർ മേഖലാ സമ്മേളനത്തെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അയ്യപ്പൻ കവിതാ പഠന കേന്ദ്രം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ദേശീയ കാവ്യ ഉത്സവത്തിന് തുടക്കമായി. കവി പ്രഭാവർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ K. ജയകുമാർ, കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട 6 സ്ഥലങ്ങളിൽ വെച്ചാണ് കാവ്യാർച്ചനയും സാംസ്കാരിക പരിപാടികളും നടക്കുന്നത്. തെരുവ് നായ്ക്കളെ പിടികൂടി കൽപ്പറ്റയിൽ വളർത്തുന്നതിനെതിരെ ചിലർ ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതിയുമായി ആഭരണ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കളക്ടറെ സമീപിച്ചു. വയനാട്ടിലെ തന്റെ സ്ഥലത്തേക്ക് തെരുവ് നായ്ക്കളെ കൊണ്ടുപോകാൻ പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നും ബോബി ചെമ്മണ്ണൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ തീരുമാനമാകും വരെ നായ്ക്കളെ സംരക്ഷിക്കാൻ കോർപ്പറേഷൻ അധികാരികളോട് സ്ഥലം ആവശ്യപ്പെടുമെന്നും ബോബി ചെമ്മണ്ണൂർ കോഴിക്കോട് പറഞ്ഞു. 46ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പാലക്കാട് നടക്കുന്ന ചടങ്ങിൽ ഇന്ന് മുഖ്യമന്ത്രി വിതരണം ചെയ്യും.
പുരസ്കാര വിതരണത്തോടനുബന്ധിച്ച് സിനിമാ രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന കലാവിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിയോടെ പാലക്കാടൻ കലകളുടെ അവതരണത്തോടെയാണ് അവാർഡ് വിതരണ ചടങ്ങിന് തുടക്കമാവുക. തുടർന്ന് തിരുവനന്തപുരം സമുദ്രയും ഫിറോസ് ഖാനും സംഘവും ചേർന്നൊരുക്കുന്ന സംഗീത നൃത്തശില്പം വേദിയിലെത്തും. ലോക സംഗീതത്തിന്റെ നാൾവഴി വീഴ്ചോതുന്ന ഹെവൻ ടു എർത്ത് രമേശ് നാരായണനും പ്രമോദ് പയ്യന്നൂരും ചേർന്നാണ് ആവിഷ്കരിച്ചത്. രമേശ് നാരായണൻ സാറ് ഈ മ്യൂസിക്കിനെയൊക്കെ നമ്മുടെ ലോക ചലച്ചിത്ര വേദിയിലെ ബാക്ക് മ്യൂസിക്കിൽ നിന്ന് തുടങ്ങി ബിഥോവനെ പോലുള്ള ഗ്രേറ്റ് മ്യൂസിഷ്യന്മാരിൽ നിന്ന് തുടങ്ങി പിന്നെ സൈഗാളിലേക്ക് വന്ന് ത്യാഗരാജ ഭാഗവതരിലേക്ക് വന്ന് പിന്നെ സ്വാതി തിരുനാളിലേക്ക് വന്ന് പിന്നീട് നമ്മുടെ മലയാളത്തിൻ്റെ ഗാന സംസ്കൃതിയിലേക്ക് വരുന്നതിൻ്റെ ഇവല്യൂഷനാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിന് വളരെ മനോഹരമായിട്ട് സമുദ്രയിലെ ടീം അംഗങ്ങളും അതുപോലെ തന്നെ ഫിറോസ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള നൃത്തസംഘവും ഒക്കെ ഒത്തുചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ KG ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങും. മലയാള സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടിയും ആദരം ഏറ്റുവാങ്ങും. ദുൽഖർ സൽമാൻ, പാർവതി എന്നിവരടക്കം 48 പേരാണ് അവാർഡ് ഏറ്റുവാങ്ങുക. ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന നൃത്ത സംഗീത പരിപാടിയും കോമഡി ഷോയും അവാർഡ് വിതരണത്തിന് ശേഷം വേദിയിലെത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുഞ്ചകൃഷിക്കായി നിലം തയ്യാറാക്കുകയാണ് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർ. കൃഷിക്ക് ആവശ്യമായ വളത്തിനുള്ള സബ്സിഡി മാത്രമാണ് സർക്കാരിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന സഹായം. ഇത്തവണ പുതിയ സർക്കാർ കൂടുതൽ തുക പുഞ്ചകൃഷിക്കായി അനുവദിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇവർ. കുട്ടനാടിലെ പാടങ്ങളിൽ വർഷത്തിൽ 2 തവണ വിത്തിറക്കി കൊയ്തെടുക്കുമ്പോൾ അപ്പർ കുട്ടനാട്ടിൽ വർഷത്തിൽ 1 തവണ മാത്രമാണ് കൃഷി ഇറക്കുക പതിവ്. വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതും. മോട്ടോറുകൾ ഉപയോഗിച്ച് പാടത്തെ വെള്ളം വറ്റിച്ചാണ് നിലം ഉണക്കുന്നത്. തുടർന്നാണ് കൃഷി ഇറക്കുന്നതും. പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കുന്നതിന് മോട്ടോർ ഉപയോഗിക്കാൻ വൈദ്യുതിയും വിത്തിറക്കുന്നതിനുമൊക്കെയായി സർക്കാർ സബ്സിഡി കൃഷിക്കാർക്ക് നൽകാറുണ്ട്. എന്നാൽ 2014 മുതലുള്ള സബ്സിഡി ഇപ്പോഴും പൂർണ്ണമായും വിതരണം ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്യണമെങ്കിൽ ഒരു 30,000-ൽ കൂടുതൽ പൈസ ചെലവാകും. സർക്കാർ കൊടുക്കുന്ന ഹാൻഡിലിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ നെല്ലെടുക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ 12 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ 12 വർഷമായിട്ടും ആ 12 തന്നെ നിൽക്കുക, കൂട്ടുകയല്ലാതെ ഒന്നും കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ സർക്കാർ നെല്ലുവില കൂട്ടി തന്നില്ലെങ്കിൽ കൃഷിക്കാരാകപ്പാടെ കൂട്ടി പാളിശാവും, കെട്ടുതാലി വരെ പറിച്ച് പണയം വെച്ചാണ് ഈ കൃഷി ചെയ്യുന്നത്. കർഷകരിൽ നിന്നും പാടശേഖര സമിതി പണം പിരിച്ച് കുടിശ്ശിക തീർത്തു നൽകിയാൽ മാത്രമേ പുഞ്ചകൃഷിയിലെ വെള്ളം വറ്റിക്കുന്നതിന് ആവശ്യമായ വൈദ്യുതി ഉദ്യോഗസ്ഥർ നൽകുകയുള്ളൂ. അപ്പർ കുട്ടനാടിന് പുറമെ സംസ്ഥാനത്താകെയുള്ള പാടശേഖരങ്ങളിലും സബ്സിഡി കുടിശ്ശിക തീർത്തു നൽകിയിട്ടില്ല. പുഞ്ചകൃഷി മികച്ചതാക്കാൻ ആവശ്യമായ സർക്കാർ സഹായത്തിനായി കാത്തിരിക്കുകയാണ് അപ്പർ കുട്ടനാട് മേഖലയിലെ നെൽകർഷകർ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മുസ്ലിം ലീഗ് അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. ഏക സിവിൽ കോഡ് വിഷയം യോഗം ചർച്ച ചെയ്യും. നിയമസഭ നിരന്തരമായി സ്തംഭിപ്പിക്കുന്നതിനോടും ജനകീയ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലും ലീഗിൽ ശക്തമായ പ്രതിഷേധം ഉണ്ട്. തീവ്രവാദത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് എടുക്കാത്തതും ലീഗിൽ അതൃപ്തിയുണ്ടാക്കുന്നു. ഇതെല്ലാം യോഗത്തിൽ ചർച്ചയാകും. കേരള കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന ആക്ഷേപം. ഒഴിവുള്ള 206-ൽ 103 തസ്തികകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സർക്കാർ നിർദ്ദേശം മറികടന്ന് ഒഴിവുകൾ മറച്ചുവെക്കുന്നതിനെതിരെ റാ ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് PSCക്ക് വിട്ട സർവകലാശാല അസിസ്റ്റന്റ് നിയമനമാണ് അനിശ്ചിതമായി നീണ്ടുപോകുന്നത്. കാർഷിക സർവകലാശാലയിൽ ആകെയുള്ള 336 തസ്തികകളിൽ 206 എണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്നാൽ അധികൃതർ PSCക്ക് റിപ്പോർട്ട് ചെയ്തതാകട്ടെ വെറും 103 എണ്ണവും. പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സർക്കാർ നിർദ്ദേശം അവഗണിച്ച സർവകലാശാല മറച്ചുവെച്ചത് 103 ഒഴിവുകൾ. ഇതോടെയാണ് റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒട്ടനവധി താൽക്കാലിക ജീവനക്കാർ സമാന തസ്തികകളിൽ നിയമനം നേടിയെന്നാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ആക്ഷേപം. അർഹരായ ഞങ്ങളെ യൂണിവേഴ്സിറ്റി ലിസ്റ്റിലുള്ള ആളുകളെ പുറത്തു നിർത്തിയിട്ട് ഈ അർഹതയില്ലാത്ത ആളുകളെ ഒരു പരീക്ഷയൊന്നും എഴുതാതെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഉള്ളിൽ നിന്ന് സർക്കാർ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് താൽക്കാലികക്കാർ. പരാതിയുമായി എത്തിയ റാങ്ക് ഹോൾഡേഴ്സിന് തൃപ്തികരമായ മറുപടികൾ നൽകാൻ സർവകലാശാല അധികൃതർ തയ്യാറായില്ല. നിയമനങ്ങൾക്കുള്ള ഫണ്ടില്ല എന്നതാണ് വിശദീകരണം. സമരം ഫലം കണ്ടില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം.
ഏകോപനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുനലൂർ ചെങ്കോട്ട റെയിൽപാത പൈതൃകപാതയായി നിലനിർത്തുന്നതിന്റെ ഭാഗമായി 13 കണ്ണറ പാലത്തിന്റെ തൂണുകൾ പൂർവ്വസ്ഥിതിയിലെത്തിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെത്തി. മൈസൂരിലെ കൃഷ്ണഗിരിയിൽ നിന്നാണ് ഇതിനുള്ള പാറയിൽ തീർത്ത സ്ലാബുകൾ എത്തിച്ച് പാകുന്നത്. 3 കോടിയാണ് പാളത്തിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കാൻ റെയിൽവേ ചെലവിടുന്നത്. കണ്ണറപ്പാലത്തിന് 13 കമാനങ്ങളുണ്ട്. ഇവ കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മിതികളുടെ പ്രത്യേകതകളാണ്. 102 മീറ്റർ നീളവും 5 മീറ്റർ പൊക്കവുമുള്ള 13 കണ്ണറപ്പാലത്തിന് 115 വർഷം കഴിഞ്ഞിട്ടും പറയത്തക്ക ജീർണതകളൊന്നും ഉണ്ടായിരുന്നില്ല. ഗേജ് മാറ്റത്തിനു വേണ്ടി 6 കോടി രൂപ ചെലവിലാണ് പാലം ബലപ്പെടുത്തി വീതി കൂട്ടുന്നത്. എന്നാൽ പൈതൃകപാതയായി നിലനിർത്തുമെന്ന വാഗ്ദാനം പാലിക്കാൻ 13 കണ്ണറപ്പാലത്തെ പഴയ പ്രൗഢിയിലെത്തിക്കാൻ റെയിൽവേ 3 കോടി രൂപയാണ് അധികമായി ചെലവിടുന്നത്. ഏതാണ്ട് 3 കോടി പരം രൂപ ഇതിന് ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ കല്ല് പതിച്ചതിന് ശേഷം പെയിന്റിംഗ് കൂടെ നടത്തി കഴിയുമ്പോൾ പഴയ രീതിയിലുള്ള മനോഹാരിത അത്രയും നല്ല രീതിയിൽ കിട്ടത്തില്ലെങ്കിൽ തന്നെയും ഏറെക്കുറെ അതിൻ്റെ ആ തനിമയുടെ മാതൃക നിലനിർത്തുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. മൈസൂറിലെ കൃഷ്ണഗിരിയിൽ നിന്നാണ് കോൺക്രീറ്റ് തൂണുകളിൽ ഒട്ടിക്കാനുള്ള പാറയിൽ തീർത്ത സ്ലാബുകൾ എത്തിച്ചത്. പാറ സ്ലാബുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ബലപ്പെടുത്തി സ്ഥാപിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സ്വക്കി മിശ്രിതത്തിൽ കരിങ്കല്ലുകൊണ്ട് തീർത്ത തൂണുകളാണെന്നേ ഒറ്റനോട്ടത്തിൽ തോന്നും. കൊടുംബനത്തിലൂടെ 7 തുരങ്കങ്ങൾ കടന്നാണ് പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് തീവണ്ടി കടന്നുപോകുന്നത്. പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നവരുടെ വലിയ ആവശ്യമായിരുന്നു ഈ പാത പുനർനിർമ്മിക്കുമ്പോൾ ബ്രോഡ് ഗേജ് ആക്കി മാറ്റുമ്പോൾ ഇതിന്റെ പൈതൃക സ്വഭാവം ഒട്ടും ചോരരുതെന്ന്. റെയിൽവേ അതിന്റെ പണിപ്പുരയിലാണ്. എന്തായാലും പ്രതീക്ഷിച്ച സമയത്ത് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 2018 ഒരുപക്ഷെ ഇതിലൂടെ ബ്രോഡ് ഗേജ് ട്രെയിൻ കൂകിപ്പായുന്നത്. തെന്മലയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്.